തിരുവനന്തപുരത്ത് KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ സംബന്ധിച്ചു. ഒപ്പം ഒഫീഷ്യൽ ആന്തം പ്രകാശനം ചെയ്തു. ഇപ്പോൾ വിജയികൾക്കുള്ള ട്രോഫി പരിചയപ്പെടുത്തുകയാണ്. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, മോഹൻലാൽ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പൊതുപരിപാടികൾക്കായി എത്തിയിട്ടുണ്ട്. എന്ത് പ്രതികരണമായിരിക്കും ഇതുവരെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച്, അമ്മ സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ കുറിച്ച്, നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ കുറിച്ച് ഒക്കെ പറയുക? എപ്പോഴായിരിക്കും മാധ്യമങ്ങളെ കാണുക? ഇപ്പോൾ എന്തായാലും KCയുടെ പരിപാടി ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായി വാർത്താ സമ്മേളനം എന്നൊരു കാര്യം ഇതുവരെയും KC അധികൃതർ അറിയിക്കുന്നില്ല. പക്ഷേ അനൗദ്യോഗികമായി സംസാരിക്കുമ്പോൾ അവരുടെ പ്രതിനിധികൾ പറയുന്നത് അത്തരത്തിലാണ്. ഹരിയുമായി സംസാരിച്ചിരുന്നു. ഹരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ പറയുന്ന KCയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഈ പരിപാടിക്ക് ശേഷം ഒരുപക്ഷെ മോഹൻലാൽ അവിടെ നിന്നും മടങ്ങും. അതിനുശേഷം തിരികെ എത്തി മറ്റൊരു സ്ഥലത്ത്, ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തായിരിക്കില്ല, മറ്റൊരു സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ഈ ഹയാത്ത് ഹോട്ടലിലാണ് മോഹൻലാൽ ഉള്ളത്. അവിടെ കോൺഫറൻസ് റൂമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ സംസാരം നടക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോഴും ഒരു വാർത്താ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഇപ്പോൾ എന്താകും എന്നറിയില്ല. എന്തായാലും അവിടുത്തെ പരിപാടി അല്പസമയം കൂടി തുടരും. അതിനുശേഷം പിന്നീട് ഇനിയിപ്പോൾ അധികം സമയമില്ല അടുത്ത പരിപാടിക്ക്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചാണ് അടുത്ത പരിപാടി നടക്കുന്നത്. അവിടെ പരിപാടി 3 മണിക്കാണ്. 2 അനുസ്മരണ പരിപാടികളുണ്ട്. അതിനുശേഷം വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിലെ പരിപാടിയുമുണ്ട്. അപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 1:34 ആകുന്നു. ഈ അവിടുത്തെ പരിപാടി ഇനിയും ഒരുപാട് സമയം നീണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ബേബി ജോൺ അനുസ്മരണവും അതോടൊപ്പം തന്നെ ഈ ഗാന്ധിമതി ബാലന്റെ അനുസ്മരണ ചടങ്ങുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഏത് സമയത്ത് ഇത് ഇവിടെ നിന്നും ഈ പരിപാടി കഴിഞ്ഞ് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോഴും എന്തായാലും KCയുടെ പരിപാടിയിൽ സാന്നിധ്യമായി മോഹൻലാൽ ഉണ്ട്. അവിടെ നിന്നും ദൃശ്യങ്ങളിൽ മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ അധികം താമസിയാതെ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അമൽ, ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രതികരണം കാത്തിരിക്കുകയാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ. മാധ്യമങ്ങൾ ഈ മോഹൻലാലിന്റെ പ്രതികരണം എന്ത് തന്നെയായാലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ് സുസജ്ജമായി അവിടെ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ നമ്മുടെ പ്രതിനിധി ഹരികൃഷ്ണൻ അവിടെ ക്ഷണിക്കപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായി അവിടെ ഉണ്ട് എന്ന് അമൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. വിവിധ കാര്യങ്ങളിലുള്ള പ്രതികരണമാണ് വേണ്ടത്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പൊതുവിലുള്ള ഒരു പ്രതികരണം. പിന്നെ നിരവധി പേർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ പരാതിയിൽ അമ്മ പ്രസിഡന്റായി ഇരുന്നു കൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ അനുകൂലമായൊരു നടപടി എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയേണ്ടതില്ലേ? ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ മോഹൻലാലിന് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഇപ്പോൾ സംസാരിച്ച സമയത്ത് KCയെ പറ്റിയും ക്രിക്കറ്റിനെ പറ്റിയും കേരളം നമ്മുടെ ദേശീയ ടീമിന് നൽകിയ സംഭാവനകളെ പറ്റിയുമൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞു പോയത്. മറ്റൊരു കാര്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കാൻ തയ്യാറായില്ല. സ്വാഭാവികമാണ്, അത് KCയുടെ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മറ്റു കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതുമില്ല. ഇനിയിപ്പോൾ ഇതിന് ശേഷം വന്ന് മോഹൻലാലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന ഒരു പരിപാടിയായാണോ സംഘടിപ്പിക്കുന്നത്, അതോ മാധ്യമപ്രവർത്തകർക്ക് മോഹൻലാലിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ നമ്മളോട് KCയുടെ ചില ഭാരവാഹികളും മറ്റുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് 12 മണിയോട് കൂടി മോഹൻലാൽ പരിപാടിക്ക് എത്തും. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം നൽകാം. ക്ഷണിക്കപ്പെട്ട മാധ്യമങ്ങളെ മാത്രമാണ് മോഹൻലാൽ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വാർത്താ സമ്മേളനം എന്നുള്ള തരത്തിൽ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ടീമംഗങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നു. അതിനുശേഷം അവിടുത്തെ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. KCയുടെ പരിപാടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പരിപാടിക്ക് ശേഷം അടുത്തത് എന്ത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രതികരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മോദി, ഒരു വശത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. സ്ക്രീനിൽ ഒരു വിൻഡോയിൽ കാണുന്നത് മുകേഷ് MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ സംഘർഷാവസ്ഥയാണ്. മറ്റൊരു സ്ഥലത്ത് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പിന്മാറുകയും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തതിനു ശേഷം ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ ഒടുവിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. എന്ത് പ്രതികരണമാണ് മോഹൻലാൽ നടത്തുക എന്ന കാര്യത്തിലുള്ള വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളായും നിരവധി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴികളായി രേഖപ്പെടുത്തിയതൊക്കെയും വിവരാവകാശ കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാറ്റിവയ്ക്കുകയാണ് ചെയ്തത്. വ്യക്തിപരമായ രേഖകളെല്ലാം മറച്ചുവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർ അതിനുശേഷം പരസ്യമായി പ്രതികരണം നടത്തി അവരുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇതിലെ നിജസ്ഥിതി പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നിലവിലുള്ളത്. അതനുസരിച്ച് അതിൽ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഓരോ പരാതികളിലും അതിന് അനുബന്ധമായ തെളിവ് ശേഖരണം, മൊഴിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇന്ന് സംസ്ഥാന സമിതി ചേർന്നപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുകേഷ് MLA രാജിവെക്കേണ്ടതില്ല എന്നാണ് തീരുമാനമുണ്ടായത്. ഒപ്പം LDF കൺവീനർ EP ജയരാജനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയുള്ളൊരു വിശദീകരണം ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് വരാനുണ്ട്. അങ്ങനെ വാർത്താ സമ്പുഷ്ടമായൊരു ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ.